വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് അജീസ് ക്രിയേഷൻ. കേരളത്തിൻ്റെ ദേശീയ വൃക്ഷം തെങ്ങാണ്. എന്നാൽ ടെറസ് കൃഷി വ്യാപകമായതോടുകൂടി ആ സ്ഥാനം കരിയാപ്പ് ഏറ്റെടുത്തു. കോവിഡ് കാലമായപ്പോഴേക്കും അത് പ്ലാവും ചക്കയുമായി മാറി. അമേരിക്കൻ മലയാളികളോട് ചോദിച്ചാൽ അവർ നിസ്സംശയം പറയും പാവൽ. സമ്മറായാൽ പാവലും പാവയ്ക്കായും ഇല്ലാത്ത ഒരു മലയാളി കുടുംബം പോലും ഇവിടെ ഉണ്ടാവില്ല. കുറച്ചുകാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു പാവയ്ക്ക വിഭവമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കണ്ടു നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് കണ്ടല്ലോ, ബിറ്റർമെലോൺ അല്ലെങ്കിൽ കൈപ്പയ്ക്ക, പാവയ്ക്ക എന്നൊക്കെ വിളിക്കും. സമ്മർ ആകുമ്പോൾ അമേരിക്കൻ മലയാളികളുടെ എല്ലാവരുടെയും ബാക്ക്യാർഡിലുള്ള ഒരു പച്ചക്കറിയാണ്, ധാരാളമായി ഉണ്ടാകുന്ന ഒരു പച്ചക്കറി. ഇത് ഉണക്കി സമയം കളയാതെ എങ്ങനെ വേഗം അരിഞ്ഞ് ഫ്രൈ ചെയ്ത് സൂക്ഷിക്കാമെന്നാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടുത്തെ പാവയ്ക്കകത്ത് ധാരാളം വെള്ളമുണ്ട്. സോ അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് അതിനാവശ്യമായ ഉപ്പും കരിയാപ്പിലയും ചേർത്ത് ഇതുപോലുള്ളൊരു തുളപ്പാത്രത്തിൽ വെച്ച് ഡ്രെയിൻ ചെയ്യാനായിട്ട് അനുവദിക്കുക. ഒരു ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഒത്തിരി വെള്ളം പൊക്കോളും. പിന്നെ അതെടുത്ത് എണ്ണയിലിട്ട് വറക്കുകയാണ് ചെയ്യുന്നത്. ഉണക്ക വറക്കുന്ന അത്രയും സമയം പോരാ ഇത് വറക്കാൻ, പക്ഷെ അതിലും ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ടാക്കി നമുക്ക് ഫ്രീസ് ചെയ്യാം, പിന്നെ ചൂടാക്കി കഴിച്ചാൽ മതി. പാവയ്ക്ക, കരിയാപ്പില, മുളക് എല്ലാം നന്നായി വറന്നു. ഇത് ഞാനൊരു പേപ്പർ ടവലിൽ വെച്ച് കോരി എടുത്തു. യു ക്യാൻ ഹിയർ ദ സൗണ്ട്, ക്രിസ്പി. ഇത് ഒരു സിപ്പർ ബാഗിലാക്കി ഫ്രീസ് ചെയ്യാം. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി. ഉണക്ക പാവയ്ക്ക വറക്കുന്നതിലും വളരെ ടേസ്റ്റിയാണിത്.